ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ നഷ്ടമായ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും നാളെയും വ്യാപക തിരച്ചിൽ നടത്തും. ഇന്ന് പുഞ്ചിരിമട്ടത്തെ കുളം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് തിരച്ചിൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷഫീദ് റാവുത്തർ ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, അപ്പോൾ നാളെയും ഈ രീതിയിൽ തന്നെ നാട്ടുകാരുടെ ഒക്കെ തന്നെ സഹകരണത്തോടു കൂടിയാണ് തിരച്ചിൽ എന്ന് മനസ്സിലാക്കുന്നു. അത് എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിലാണ്? ഇന്നും വ്യാപക തിരച്ചിലാണ് പുഞ്ചിരിമറ്റം അതേപോലെ തന്നെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടത്തിയത്. ഈ പുഞ്ചിരിമറ്റം പ്രദേശത്തെ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയാണ് പുഞ്ചിരിമറ്റം ഉള്ളത്. ഇതിനോട് ചേർന്നിട്ട്, അതായത് അവിടെ വീടുകളടക്കം നശിച്ച പ്രദേശത്ത് ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ അവിടെ നിന്ന് കാണാതായ ആളുകളുടെ മൃതദേഹമുണ്ട് എന്നൊരു സംശയം അത് നാട്ടുകാരും അതേപോലെ തന്നെ ക്യാമ്പിൽ ഇപ്പോഴുള്ള അവിടെ താമസിച്ചിരുന്ന ആളുകളും ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് ആ കുളത്തിലെ മണ്ണും അതേപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന മറ്റ് സാധനങ്ങളും നീക്കിയുള്ള പരിശോധന അത് മണിക്കൂറുകളെടുത്ത് നടത്തിയത്. എന്നാൽ ആ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം മുണ്ടക്കയിലെ പരിശോധനയായിരുന്നു. മുണ്ടക്കയിൽ ഇന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ അതേ സ്ഥലത്ത് വീണ്ടും ഉച്ചവരെ പരിശോധന നടത്തി. ഉച്ചയ്ക്ക് ശേഷം അവിടെ വലിയ നാശനഷ്ടമുണ്ടായ മുണ്ടക്കൈ ടൌണിനോട് ചേർന്നിട്ടുള്ള മസ്ജിദിന്റെ ഭാഗത്തായിരുന്നു പരിശോധന നടത്തിയത്. മുൻപ് അവിടെ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, അവിടെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയും ആ സമയത്ത് ആ വഴി കുറച്ചുപേർ പോരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അവിടെയും പരിശോധന നടത്തിയത്. എന്നാൽ ആ പരിശോധനയിലും ഇന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുണ്ടക്കൈ അതേപോലെ തന്നെ പുഞ്ചിരിമറ്റം പ്രദേശങ്ങളിൽ നിന്ന് കാര്യമായൊരു മൂവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നാളെയും ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തും. നാളെ ഐബോർഡ് ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാളെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും വയനാട്ടിൽ നേരിട്ട് ഈ ദുരന്ത മേഖലയിലെത്തി ഡ്രോൺ പരിശോധന നടത്തും. അപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ കുറച്ചുകൂടി വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരുടെ പരിശോധന പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രഭവ കേന്ദ്രത്തിന് താഴെ പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലായിരിക്കും എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല, നാളെയും ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തും. ലയങ്ങളടക്കം പൂർണ്ണമായും പൊളിയുന്ന സാഹചര്യം അത് മുണ്ടക്കൈയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ അടക്കം വീണ്ടും പരിശോധന നടത്തണമെങ്കിൽ അത് പരിശോധന നടത്താം എന്ന് നാട്ടുകാരോട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും നാളത്തെ തെരച്ചിലാണ്. നാളെ 6-ാം ദിനമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കൂടുതലായി ഈ ചാലിയാർ മേഖലയിലേക്കാണ്. അവിടെ വനമേഖലയിലും ഒപ്പം നദിയിലും സമാന്തരമായി ഒരേ സമയത്ത് തന്നെ തെരച്ചിൽ നടത്തും. അതിനായി കോസ്റ്റ് ഗാർഡുണ്ട്, നേവിയുണ്ട്, പോലീസുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും വ്യാപക തെരച്ചിൽ നടക്കാൻ പോകുന്നത് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചാണ്. തീർച്ചയായിട്ടും.